കെട്ടുപോയപ്പോ അടുത്ത വീട്ടിൽ നിന്ന് അടുപ്പിലെ തീ മേടിക്കുന്നത് സാധാരണ പഴയ കാര്യമാണ്. ഇന്നത്തെ പോലെ ലൈറ്ററും ലാമ്പും ഒന്നും ഉള്ള കാര്യമല്ല. ഇത് നമുക്കൊക്കെ പരിചയമുള്ള പഴയ കാര്യം. അപ്പൊ എന്റെ കഞ്ഞി വെക്കാനായിട്ട് എന്റെ കയ്യിൽ തീയില്ലാഞ്ഞിട്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തീ വാങ്ങിച്ചുകൊണ്ട് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ നിന്റെ കഞ്ഞി എന്റേതാണെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ മലങ്കര സഭയ്ക്ക് അറിയാം. ഓടിച്ചിട്ടുണ്ട്, ഇനി ഓടിക്കും. അത് സാധ്യമല്ല. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. തീ തന്നതിന് നന്ദിയുണ്ട്. കഞ്ഞിയുടെ ഒരു തവി കഞ്ഞി വേണമെങ്കിൽ തരാം. പക്ഷേ ചട്ടിയും കലവും കഞ്ഞിയും എന്റേതാണെന്ന് പറഞ്ഞാൽ അത് മലങ്കര സഭ സ്വീകരിക്കുകയില്ല. ഭയങ്കര വീരുടെ പാട്ടോ, ഭയങ്കര ഒരു ഉദാഹരണമാണ് ചാമ്പിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന സ്റ്റോറി ഇതാണ്. മലങ്കര സഭയ്ക്ക് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീ കെട്ടുപോയി. അപ്പൊ അടുപ്പുകല്ലുണ്ട്, കഞ്ഞിക്കലമുണ്ട്, വെള്ളമുണ്ട്, അരിയുണ്ട്. തീ മാത്രമാണ് സുറിയാനി സഭയുടേത്. അപ്പൊ ഈ തേടുമത്തായി എന്ന് പറയുന്ന ഈ കാതോലിക്കോസ് ഓഫ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്കോസ്, അപ്പൊ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബൗദ്ധിക സത്യസന്ധത ഉണ്ടെങ്കിൽ താങ്കൾ ഇതിന് മറുപടി പറയണം. ഈ ഉദാഹരണം വീണ്ടും സുറിയാനിക്കാരന്റെ ചരിത്രബോധത്തെ പരിഹസിക്കലാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ശരാശരി സുറിയാനി ക്രിസ്ത്യാനികളുടെയും അവരുടെ കടന്നുപോയ പൂർവിക തലമുറകളെയും ചെവിളി പൊക്കി കാണിക്കുന്ന ഒരു വർത്തമാന ഇങ്ങനെ പറഞ്ഞത്. എന്നാന്ന് എന്ത് വൃത്തികളായി പറഞ്ഞിരിക്കുന്നത്? ഇതെന്തായി പറഞ്ഞു? നിങ്ങൾ കേട്ടില്ലേ? എടാ, ഇവിടെ എന്ത് കഞ്ഞിക്കലം ഉണ്ടായിരുന്നു ഈ പറയുന്നത്? ഇവിടെ ഒരു കഞ്ഞിക്കലം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ സുറിയാനി സഭയുടേതല്ലാതെ പൂർവികമായി മലങ്കരയിൽ ചെയ്തിരുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? തക്സ എന്ന വാക്ക് വരത്തില്ല എങ്കിലും ആരാധനാക്രമം ഉണ്ടായിരുന്നു, പൂജാക്രമം ഉണ്ടായിരുന്നു. ചോദിക്കുന്ന ഇതാണ്, തേടുമത്തായിയോട് ചോദിക്കുകയാണ്. തേടുമത്തായി ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പരമ ചെറ്റത്തരമാണ്. മനസ്സിലായോ? ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ എല്ലാവരും അവളും കേൾക്കാനാണ് പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ഭൂലോക ചെറ്റത്തരമാണ്. ഇവിടെ എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നത്? എന്തുണ്ടായിരുന്നു പറയണം. ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സുകാരനും ബാധ്യതയുണ്ട്. ആ സഭയിലെ ഓരോ മെത്രാച്ചന്മാർക്കും വൈദികർക്കും അവിടുത്തെ അൽമായർക്കും ബാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞ ഇതെന്ത് നെറുകേടാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്തുണ്ടായിരുന്നു? കഞ്ഞി വെക്കുമ്പോൾ തീ കെട്ടുപോയി. തീയാണ്. അപ്പൊ എന്ത് കഞ്ഞിയാണ് ഇവിടെ വെച്ചോണ്ടിരുന്നേ? ഇവിടെ ഇവര് പറയുന്ന മലങ്കരയിലെ മൗലികമായ സ്വത്തെന്താണ്? ഒരു സഭ. അതിന്റെ അടിസ്ഥാനം അപ്പോസ്തോലിക പിന്തുടർച്ചയാണ്. ആ അപ്പോസ്തോലിക പിന്തുടർച്ച മലങ്കരയിലുണ്ടോ? രണ്ടാമത് വേണ്ടത് അതിന്റെ ദൈവശാസ്ത്രമാണ്. മലങ്കരയിൽ ഒരു ദൈവശാസ്ത്രം രൂപപ്പെട്ടിട്ടുണ്ടോ? സുറിയാനി സഭയിൽ നിന്ന് ഇതരമായി സ്വതന്ത്രമായ ഒരു ദൈവശാസ്ത്ര ശാഖ മലങ്കരയ്ക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മലങ്കരയിൽ രൂപപ്പെട്ട ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതിലേക്ക് സംഭാവന ചെയ്ത പിതാക്കന്മാർ, അവരുടെ പേരുകൾ പറയൂ. ആരാണവര്? എവിടെയാണത് രൂപപ്പെട്ടത്? എന്നാണത്? അടുത്തത് വേണ്ടത് ലിറ്റാർജിയാണ്. മലങ്കരയിൽ ലിറ്റാർജി ഉണ്ടോ? ആരാധനാക്രമം, ഈ തക്സാകൾ, ഇതര കൂദാശക്രമങ്ങൾ, പ്രാർത്ഥനകൾ, ഗീതങ്ങൾ. എടുക്ക്. അടുത്തത് വേണ്ടത് ലിറ്റാർജി ആൻഡ് റൂബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ കൈക്രിയകൾ എന്നൊക്കെ അച്ഛന്മാർ പറയും. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ, ഓരോ സമയത്ത് ഓരോ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ അച്ഛൻ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അപ്പത്തിന്റെ കണ്ണിപ്പ് നടത്തേണ്ടത്, എപ്പോഴാണ് കണ്ണിപ്പിച്ച് അപ്പം തിരിച്ചു വെക്കുന്നത്, എപ്പോഴാണ് കാസായും പിലാസായും ഉയർത്തുന്നത് എന്നിത്യാദി ഈ കർമ്മങ്ങൾ, അതായത് വിവാഹ കൂദാശ നടത്തുമ്പോഴായാലും അല്ലെങ്കിൽ ഓരോ കൂദാശയ്ക്കുമുള്ള ക്രമങ്ങൾ. ഇനി അടുത്തത് വേണ്ടത് ഈ പള്ളി സാമഗ്രികൾ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ധൂപക്കുറ്റി, മറുവസ, കൈമണി, ഇങ്ങനെയുള്ള സാമഗ്രികൾ. ഇതുവെല്ലാം നിങ്ങൾ ഡിസൈൻ ചെയ്താണോ? ആണോ? പിന്നെ നിങ്ങൾ ഈ കഞ്ഞി വെച്ചു എന്നൊക്കെ ഈ പറയുന്നേ, എന്ത് കഞ്ഞിയാ വെച്ചോണ്ടിരുന്നേ? അപ്പൊ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വാക്ക് കേട്ടോ, ഓടിക്കുമെന്ന്. പിന്നെ ഓടിക്കാൻ ഇങ്ങ് വന്നേക്ക്. എന്ത് ഓടിക്കുമെന്ന് ഈ പറയുന്നത്? ആരെ ഓടിക്കുമെന്ന് ഇവിടെ പറഞ്ഞ എത്രയോ പിതാക്കന്മാർ, സുറിയാനി സഭയുടെ പിതാക്കന്മാർ മലങ്കരയിൽ വന്ന് കവറടങ്ങിയിരിക്കുന്നു. മഞ്ഞനിക്കരയിൽ കവറടങ്ങിയിരിക്കുന്നത് പത്രോസിന്റെ പിൻഗാമിയായി ഭാഗ്യമോടെ പത്രോസിന്റെ സ്ലൈക സിംഹാസനത്തിൽ വാണരുളുന്ന ഏലിയാസ് തൃതീയ പാത്രികീസ് ബാവ അടക്കം എത്ര പിതാക്കന്മാരാണ് മലങ്കരയിൽ വിശ്രമിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന നരണം പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന, പരിമല പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന കൊച്ചു തിരുമേനി, ജാതിരുത്തി കൊച്ചു തിരുമേനി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ തികഞ്ഞ ഭക്തനായിരുന്നു. അദ്ദേഹം സ്വന്തം രക്തവും കണ്ണുനീരും ചാലിച്ച് എഴുതി കൊടുത്ത ശൽമൂസോ ഇന്നും അവൈലബിൾ ആണ്. അത് 34ന്റെ ഈ ഈവിൾ ഡോക്യുമെന്റ് പോലെ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റ് അല്ല, രജിസ്റ്റർ ചെയ്ത് പണം കൊടുത്ത്, കയ്യിൽ നിന്ന് പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്. നാളെ നീചന്മാരായ തനിക്ക് പിന്നാലെ വരുന്നവർ അത് തിരുത്താനോ മുക്കാനോ
വ്യത്യാസപ്പെടുത്താനോ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതല്ല ചെയ്തത്. വട്ടശ്ശേരി ഗീവർഗീസ് ദീവന്നാസിയോസ് എഴുതിയ മതോപദേശ സാരങ്ങൾ എന്ന പുസ്തകം വരെ ഇവർ തിരുത്തി. അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചു പൗരോഹിത്യത്തിന്റെ ഉറവിട പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്. അദ്ദേഹത്തിന് ശേഷം, കാരണം അദ്ദേഹം മലങ്കരയിൽ കലകത്തിന്റെ വിത്ത് വിതച്ച സാത്താന്റെ സന്തതിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും അദ്ദേഹം എഴുതിയ പുസ്തകത്തെ ഈ നീചന്മാരെന്ത് ചെയ്തു? തിരുത്തി. പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്. പിശാച് പോലും ചിലപ്പോൾ സത്യം പറയും. കാരണം പല സന്ദർഭങ്ങളിൽ സാത്താൻ സത്യം പറയും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് ഭൂതബാധിതനായ മനുഷ്യൻ വിളിക്കുന്നതും ഫിലിപ്പിയ പട്ടണത്തിലൂടെ സഞ്ചരിച്ച പൗലൂസിനെ ശീലാസനെ നോക്കി വെളിച്ചപ്പാടത്തെ സ്ത്രീ ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറഞ്ഞു അനുസരിച്ച് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പൊ വട്ടശ്ശേരി ദീവന്നാസിയോസ് ഒരു സത്യം പറഞ്ഞു, പൗരോഹിത്യത്തിന്റെ ഉറവിട പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണ്. അത് ഇവർ തിരുത്തി. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന പുസ്തകത്തിൽ പഴയ വേർഷൻ അല്ല, പഴയ വേർഷൻസ് ഇവിടെ പലരുടെയും കയ്യിലുണ്ട്. അതിനകത്ത് പുതിയ വേർഷനകത്ത് ഇപ്പം പൗരോഹിത്യത്തിന്റെ ഉറവിടം കഞ്ഞിക്കുഴിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗരോഹിത്യത്തിന്റെ ഉറവിടം പരിശുദ്ധ കഞ്ഞിക്കുഴി സിംഹാസനമാണ് എന്ന് തിരുത്തി. അപ്പൊ ഈ രൂപത്തിൽ തിരുത്താൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന, ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്ന പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി താൻ എഴുതിയ ചൽമൂസ് എന്ത് ചെയ്തു? രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ആക്കി വെച്ചു. ഇറ്റ് ഇസ് അവൈലബിൾ ആസ് എ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഈ കാര്യം സത്യവിരുദ്ധമാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട യാക്കോബായക്കാരല്ല, ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ്. വൈദികർക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ശമ്പളം മേടിക്കുന്ന തൊഴിലാളികളാണ്. ഇപ്പൊ സാധാരണക്കാരായ ഓർത്തഡോക്സുകാർ പ്രതികരിക്കണം, മെയിൽ അയക്കണം. മെയിലൊക്കെ തുറക്കുന്ന ശീലമുണ്ടോ എന്നല്ലേ? തുറക്കും, കാരണം റോൾസ് റോയ്സിന്റെ ഒക്കെ മെയിൽ വരുന്നതാണ് തുറക്കും. അപ്പൊ നിങ്ങൾ മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഫോൺ വിളിക്കണം, ടെക്സ്റ്റ് ചെയ്യണം, ഫോൺ വിളിച്ച് ചോദിക്കണം എന്താ ബാബാതിരുവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമുക്കിവിടെ എന്തൊട്ട് തേങ്ങ ഉണ്ടായിരുന്നു, ഇവിടെ കഞ്ഞിയോ കപ്പയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു, രണ്ടുപേരും വിട്ട് നിൽക്കുന്നു, ഇവിടെ എന്തുണ്ട്? അപ്പോ സുറിയാനി സഭയിൽ നിന്ന് ലഭിച്ചതല്ലാതെ എന്താണ് ഈ മലങ്കര സഭയ്ക്കുള്ളത്? എന്താണുള്ളത്? അംശവസ്ത്രങ്ങൾ, ആരാധനാക്രമങ്ങൾ, ദൈവശാസ്ത്രം, ലോകവീക്ഷണം, തത്വചിന്ത, റൂബ്രിക്സ്, എന്താ ഉള്ളത്? എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? സ്വന്തമായി ഒന്നുമില്ല എന്ന് പറയാൻ പറ്റും. ഒന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ടൊന്നുമില്ല, പിന്നെ തള്ളിന് മാത്രം ഒരു കുറവില്ല. എന്നിട്ട് അദ്ദേഹം പറയാ ഞങ്ങൾ ഓടിക്കുമെന്ന്. പിന്നെ ഇയാൾ അങ്ങ് ഓടിക്കില്ല, ഇയാൾ ഇത്ര പേരെ അങ്ങ് ഓടിച്ചു, ഞങ്ങൾ ഓടിക്കും. നമുക്ക് കേൾക്കാം കേട്ടോ, ഒന്നുകൂടെ കേൾക്കട്ടെ. കഞ്ഞിയുടെ ഒരു തവി കഞ്ഞി വേണമെങ്കിൽ തരാം, പക്ഷേ ചട്ടിയും കലവും കഞ്ഞിയും എന്റേതാണെന്ന് പറഞ്ഞാൽ അത് മലങ്കര സഭ സ്വീകരിക്കുകയില്ല. ഇവിടെ വന്നിട്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കാനുള്ള ഈ അനുവാദം തന്നു കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഇത് എന്റേതാണ്, നീ അങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിനുള്ളതായ ബോധവും അങ്ങനെയുള്ളവരെ ഓടിക്കാനുള്ളതായ ധൈര്യവും ഈ മലങ്കര സഭയുടെ മക്കൾക്ക് എന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതേ ഉള്ളൂ. ഇവിടെ 1653 ചെയ്തൊന്നും വേറൊന്നുമില്ല. അത് തന്നെയാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു പഠിപ്പിച്ചതുകൊണ്ട്. യേശുക്രിസ്തുവിന്റെ കാലം മുതലുള്ള പഠിപ്പിക്കല് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അടിസ്ഥാനപരമായി. ഏത് ഓർത്തഡോക്സ് സഭയുടെ എന്ത് വേദശാസ്ത്രമാണ് നിങ്ങൾക്കുള്ളത്? കഞ്ഞിക്കുഴി ലാൻഡ് മാഫിയാക്കി എവിടെ വേദശാസ്ത്രം ഇരിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഇത് പറയാൻ? ഞങ്ങൾ ചോദിക്കുകയാണ്, ആർജവത്തോടെ ചോദിക്കല്ലേ. നിങ്ങൾ പറയൂ, ആസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ പറയണം ഇതാണ് ഞങ്ങളുടെ വേദശാസ്ത്രം, കഞ്ഞിക്കുഴി സഭയുടെ വേദശാസ്ത്രം ഇതാണ്. കഞ്ഞിക്കുഴി എട്ടാപ്പീസാണല്ലോ, കഞ്ഞിക്കുഴി സഭയുടെ വേദശാസ്ത്രം ഇതാണ്. ഇത് കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ഇന്ന പിതാക്കന്മാർ രൂപപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇന്ന സുന്നതദോസുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്, ഇന്ന സുന്നതദോസുകൾ ഇന്ന വേദശാസ്ത്ര ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അവിടങ്ങളിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ സുന്നതദോസിന്റെ പേര് പറയണം. നിക്ക, എഫേസോസ്, നിക്ക, കുസ്തന്തീനോപ്പോലിസ്, എഫേസോസ്, 3 പൊതു സുന്നതദോസ് പറയുന്നുണ്ട്. ആ 3 നിങ്ങൾ ആരും പങ്കെടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ പങ്കെടുത്ത സുന്നതദോസുകൾ ഏതാണ്? ഏത് സുന്നതദോസിലാണ് നിങ്ങൾ ദൈവശാസ്ത്ര ചർച്ച നടത്തിയത്? എവിടെ വെച്ചാണ് നിങ്ങളുടെ ദൈവശാസ്ത്രം രൂപപ്പെട്ടത്? പറയണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലിയ സഭയാണ്. എന്തുട്ട് സഭയാണ്? നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത്? തീ അയൽപക്കത്തിൽ നിന്ന് കടമേടിക്കുന്നത് ശരിയാണ്, പക്ഷേ തീയുമായിട്ട് അയൽക്കംകാരൻ നിന്റെ വീട്ടിലോട്ട് വരികയല്ലായിരുന്നു. അതെന്തിനാ? അങ്ങനെ ആരും പോകാറുണ്ടോ? തേരുമത്തായി കാത്തോലിക്ക ബാബാ തിരുമേനിയുടെ ആളുകളൊക്കെ അങ്ങനെ വല്ലയിടത്തും തീ ഇല്ലെങ്കിൽ അങ്ങോട്ട് തീ കൊടുക്കാൻ പോകണം. തീ ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ തീ മേടിച്ചോണ്ട് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ തീ ഇല്ലെങ്കിലാണ് നമ്മൾ തീയുമായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ്? ത്യാഗം സഹിച്ച് അനിശ്ചിതത്വത്തിന്റെ നടുവിൽ അജ്ഞാത ഭൂമികകളിൽ ജീവൻ പണയം വെച്ച് ആ പിതാക്കന്മാർ വന്നത് ഇപ്പോൾ നന്ദികേടിന്റെ ആൾരൂപമായി നിന്നുകൊണ്ട് വൃത്തികേട് പറയുക തീ കടമേടിച്ചാണ്. അവരുടെ വിചാരണയ്ക്ക് കീഴിലുള്ള ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുവാൻ വേണ്ടിയാണ് അവർ കാലാകാലങ്ങളിൽ ശ്ലൈഹിക സന്ദർശനം നടത്തിയത്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് നന്ദിശൂന്യമായിട്ട് ഇത്തരത്തിലുള്ള വൃത്തികേട് വിളിച്ചു പറയുന്നത് ഇത് ആത്മമണ്ഡലത്തോട് ചെയ്യുന്ന അപരാധമാണ്. കാരണം ഈ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ ലോകമനുഷ്യർ ചത്തുപോയവരല്ല. ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അനുസരിച്ച് അവർ സജീവനാണ്. അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഈ തിന്മ പറയുന്നത്. നിങ്ങൾക്ക് പട്ടം കിട്ടിയപ്പോൾ ഒരു പ്രതിജ്ഞാവാദകം ചൊല്ലുന്നുണ്ട്. പട്ടം മേടിക്കുന്ന ആളുകൾ ഏതാ? സുറിയാനി സഭയുടെ ക്രമത്തിൽ
ആ പട്ടം മേടിക്കുമ്പോൾ ഞാൻ ഉറപ്പായും സത്യമായും വാഗ്ദത്തം ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയോ? പരിശുദ്ധ ത്രിത്വത്തിന്റെ മുമ്പാകെ, വിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെ, വിശുദ്ധ ദൂതന്മാരുടെ മുമ്പാകെ, പിതാക്കന്മാരുടെ മുമ്പാകെ, ദൈവമാതാവിന്റെ മുമ്പാകെ എല്ലാം ഏറ്റുപറയുന്നുണ്ട്. അപ്പൊ ദൈവമാതാവും വിശുദ്ധ ദൂതന്മാരും വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ ആത്മാക്കളും അല്ലേ? അപ്പൊ ഈ പറഞ്ഞ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ രക്തവും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയവും പരിശുദ്ധ ത്രിത്വവും വിശുദ്ധ ദൂതന്മാരും അതുപോലെ വിശുദ്ധ മദ്ബഹായും എല്ലാം സാക്ഷി നിർത്തി പ്രതിജ്ഞ ചൊല്ലി. എന്നിട്ടാ പട്ടം മേടിച്ചേ. ആ പിതാക്കന്മാരുടെ എങ്ങനെയാ പട്ടം മേടിച്ചേ? അങ്ങ് സ്വീകരിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുകയും അങ്ങ് തള്ളിക്കളയുന്നതിനെ ഞാൻ തള്ളിക്കളയുകയും എന്ന് ഞാൻ വിശ്വസ്തനായിരിക്കുകയും ചെയ്യും. ഇപ്പൊ പറയാ, അത് ഞങ്ങൾ തീ മേടിച്ചത്. ഇതിന്റെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നോയിമ്പ് ഉണങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇതിനൊന്നും നമുക്ക് പേര് വിശേഷിപ്പിക്കാൻ പറ്റാതെ. വളരെ 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 മോശമാണ്.